നിങ്ങൾ രണ്ടുപേരും എൻ്റെ കല്യാണത്തിന് വരണം. രണ്ടുകൂടെ എന്നെ കളിയാക്കും. എടാ പൊട്ട, ഞങ്ങൾ രണ്ടുപേരും നിന്റെ കല്യാണത്തിന് വരുമെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഈ ഫോർമാലിറ്റി ഒക്കെ? അവളെന്ത് പറയുന്നത്? ഞങ്ങൾ ഈ കല്യാണത്തിന്റെ ടെൻഷനില് ഈ ചെലവ് ആലോചിച്ചിട്ട് നല്ല പേടിയാവുന്നുണ്ട്. അളിയ റംസാനടാ, അർജന്റിന് പോളി ഓഫീസിൽ നിന്നാ. നീ ഇവിടെ ഇരിക്കും, ഞാൻ വന്നിട്ട് നീ പോയാൽ മതി കേട്ടോ. പെട്ടെന്ന് പറഞ്ഞേടേ. ആടാ വരാം. നിങ്ങളെസി, എനിക്ക് നിങ്ങളെപ്പോലെ കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ സെറ്റിൽ ആവണമെന്നാണ് ആഗ്രഹം. എന്നിട്ട് എന്തിനാ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. പറയടി. എടാ നിനക്കറിയോ, അവനിവിടെ ഉണ്ടെങ്കിലും ഞാനിവിടെ തനിച്ച. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. ഞാനൊന്ന് വിളിച്ചാലോ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാന്ന് പറയും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാലും അവൻ 5 മിനിറ്റ് ആവില്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ തിരക്കാന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. എടാ നിനക്കറിയാലോ എത്ര ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ദ ഡിഫറൻസ് ഈസ് ഞാൻ മാത്രം ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നു. എന്നോട് എന്താടി ഇത്ര നാളായിട്ട് ഇത് പറയാത്തെ? നീ അവനോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇതിനെ പറ്റി? എന്തിനാ പറഞ്ഞിട്ട്? പറഞ്ഞു ഞാൻ മടുത്തു. പറയുമ്പോ കുറച്ചു ദിവസം ശരിയാവും, അതേനെ വീണ്ടും പഴയതുപോലെ. അവളായിരിക്കുമല്ലേ? എടാ നീയെങ്കിലും കെവിനെ പോലെ ആവരുത്. അവളോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം കല്യാണശേഷം വേണം, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാം ഒരു കാട്ടിക്കൂട്ടിൽ മാത്രം. അളിയ റംസാനെ, കല്യാണത്തിനാണോ? ശരി, ഓക്കെ.